ഏതൊരു ഇന്ത്യക്കാരനും നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട സിനിമയാണ് ദുരന്തർ. പേര് മലയാളത്തിൽ പറയുമ്പോൾ ദുരന്തമായിട്ടൊക്കെ മാറുമെങ്കിലും ബട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇന്ത്യക്ക് തന്നെ ഒരു പൊൻതൂവൽ സമ്മാനിച്ച ഒരു വ്യക്തിയെക്കുറിച്ചുള്ളൊരു സിനിമയാണ്. മോഹിത് ശർമ്മ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പാകിസ്ഥാനിലെ ഭീകര സംഘടനയിലേക്ക് നുഴഞ്ഞു കയറി അവരുടെ വിശ്വസ്തത പിടിച്ചു പറ്റി ലാസ്റ്റ് അവർക്ക് തന്നെ പണി കൊടുത്തിട്ടാണ് അങ്ങേര് തിരിച്ചു വന്നത്. അത് വല്ലാത്തൊരു ലൈഫ് തന്നെയാണ്, ആലോചിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അവിടെയുള്ള ആളുകൾ പെരുമാറുന്ന രീതിയാണെങ്കിലും അവിടുത്തെ കൾച്ചറെല്ലാം ഇങ്ങനെ അത്രയും ഉൾക്കൊണ്ടാണ് അവിടെ ലൈഫ് സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഇനി സിനിമയെക്കുറിച്ച് പറയുവാണെങ്കിൽ ആദിത്യ ധറാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഉറിയെല്ലാം ചെയ്ത അങ്ങേര് തന്നെയാണ് ഈ സിനിമയുടെ റൈറ്ററും ഡയറക്ടറും എല്ലാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ ആർമിയുടെ ഒരാൾ അങ്ങോട്ടേക്ക് പോകുന്നു, അവിടെ നുഴഞ്ഞു കയറി അവരുടെ രഹസ്യങ്ങൾ ചോർത്തുന്നു, അവർക്ക് പണി കൊടുത്ത് തിരിച്ചു വരുന്നു. ഇതാണ് കഥ. ബട്ട് അവതരിപ്പിച്ച രീതിയാണെങ്കിലും സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് സാധാരണ ഒരു ബോളിവുഡ് സിനിമ കാണുമ്പോൾ മസാലകളൊക്കെ ചേർത്ത് ആവശ്യമില്ലാത്ത രംഗങ്ങൾ, പാട്ടുകൾ, ഡയലോഗ്സ് എല്ലാം കുത്തിക്കയറ്റും. ഇത് കൃത്യമായിട്ട് അറിയുന്നതാണ്. ബട്ട് ഈ സിനിമ പ്യുവർ ക്ലാസ്സാണ്, അത്രേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഏതൊരു ഇന്ത്യക്കാരും ഇത് കാണണമെന്ന് പറഞ്ഞ് വേറൊന്നുകൊണ്ടല്ല, ആർമിയിലെ ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. അവർ നമുക്ക് വേണ്ടിയിട്ടാണ് അവരുടെ ജീവൻ പോലും വില കൽപ്പിക്കാതെ നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്, നമ്മളെ സംരക്ഷിക്കുന്നത്. നമ്മളിപ്പോൾ സമാധാനത്തോടെ ഈ ഒരു സിനിമ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ പോലും അതിർത്തികൾ അവർ കാക്കുന്നതുകൊണ്ടാണ് ഇത്രയും സമാധാനത്തോടെ നമുക്കിവിടെ ജീവിക്കാൻ പറ്റുന്നത്. അപ്പോൾ നന്ദി എന്തായാലും നമ്മൾ കാണിച്ചേ പറ്റുള്ളൂ. പിന്നെ സിനിമയുടെ മറ്റു കാര്യങ്ങൾ പറയുമ്പോൾ ഫൈറ്റ് ആണെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ, ഫൈറ്റ് ആണെങ്കിലും BGM ആണെങ്കിലും എല്ലാം പക്കയാണ്, എല്ലാം അടിപൊളിയാണ്. രൺവീർ സിങ്ങിൻ്റെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളി സ്ക്രീനിലേക്ക് വരുമ്പോൾ തന്നെ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും, ആ ഓറ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അദ്ദേഹം ചിലപ്പോൾ ഒരു കോമാളി ആയിരിക്കാം മേ ബി ലൈഫിൽ, ബട്ട് സിനിമയിൽ ശരിക്കും പുള്ളി ഒരു നായകൻ തന്നെയാണ്. പുള്ളിയുടെ സൈസും പുള്ളിയുടെ ഫിഗറും ആ ഒരു ആറ്റിറ്റ്യൂഡും എല്ലാം കറക്റ്റാണ്, ആ ഒരു വേഷത്തിനായിട്ട് കറക്റ്റാണ്. എന്തായാലും നിർബന്ധമായിട്ട് കണ്ടിരിക്കുക. ഇപ്പോൾ ഇനി OTTയിലാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ലൈഫിൽ എന്തായാലും ഈ സിനിമ കണ്ടിരിക്കണം. തിയേറ്ററിൽ നിന്ന് കാണുവാണെങ്കിൽ അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. കാണാൻ ശ്രമിക്കുക. വളരെ നല്ലൊരു സിനിമയാണ്, അടിപൊളി സിനിമയാണ്.